അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി മുതലായിട്ടാണ് വന്നിട്ടുള്ളത്. 3.5 സെന്റ് സ്ഥലവും എന്റെ തൊട്ടുപുറകിൽ കാണുന്ന 1300 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂം, അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും. 2 നില വീടാണ്, മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ബസ് റൂട്ട് വെറും ഒരു 50 മീറ്റർ മാറിയിട്ട് നിറയെ വീടുകളുടെ പരിസരത്ത് ഈ ടാറിംഗ് റോഡ് സൈഡിന് ചുറ്റും അതിൽ അതേപോലെ തന്നെ ഗേറ്റ്, ജലനിധി, വെള്ളത്തിന്റെ സൗകര്യം എല്ലാം ഉള്ളതാണ്. വെറും 17.5 ലക്ഷം രൂപക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത്. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ തിരുവില്ലാമലെന്ന് ആലത്തൂർക്ക് പോകുന്ന മെയിൻ റോഡ്. ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്ററാണ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. അപ്പോൾ ഈ കാണുന്ന ടാറിംഗ് റോഡിന് വെറും ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രോപ്പർട്ടിയായി. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് നിറയെ വീടുകളുടെ പരിസരമാണ്, അതേപോലെ തന്നെ കടകൾ, സൗകര്യങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. തിരുവില്ലാമല ടൗണ് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീടുകളുടെയൊക്കെ പരിസരത്തായിട്ട്, ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ടാറിംഗ് റോഡ് സൈഡിന് ഈ കാണുന്ന വീട്, ഈ 2 നിലയായിട്ട് ചുറ്റും മതിലോട് കൂടിയ ഈ വീടാണെന്ന് നമ്മൾ കാണിച്ചു തരുന്നത്. 4 ഭാഗത്തും മതിൽ, ഗേറ്റ്. പിന്നെ നമുക്ക് നേരെ വീടിന്റെ പരിസര ഭാഗങ്ങൾ കാണാം. 4 ഭാഗം വഴി എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് തൊട്ട് സൈഡിൽ നമ്മളെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ ഇവിടെയൊക്കെ നമുക്ക് ഓപ്പൺ കിണറിൽ തന്നെ യഥേഷ്ടം വെള്ള സൗകര്യമാണ്. തൊട്ടടുത്തുള്ള വീടിന്റെ കിണറാണ് കാണിച്ചു തരുന്നത്. വെള്ള സൗകര്യം ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ യഥേഷ്ടം വെള്ള സൗകര്യമുള്ള ഏരിയ ആണ്. അപ്പൊ ഇതാണ് നമ്മളിന്ന് കാണുന്ന വീട്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരതിര് തുടങ്ങുന്നത് ഇവിടെയാണ്, ഈ മതിൽ കാണുന്നത്. ഇവിടെ ഇങ്ങനെ തൊട്ട് പുറകിലൊക്കെ നിറയെ വീടുകളാണ്. അപ്പൊ അവിടേക്കുള്ള വഴിയാണ്, ഈ സൈഡ് വഴിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടേജിലും വഴിയാണ്. ഫ്രണ്ടിൽ ടാറിംഗ് റോഡും ഈ സൈഡിൽ നമുക്ക് പഞ്ചായത്ത് റോഡും. അപ്പൊ ഇതാണ് നമ്മൾ കാണിച്ചു തരുന്ന വീട്. അപ്പൊ അത്യാവശ്യം മുറ്റൊക്കെ ഉണ്ട്. 3.5 സെന്റ് സ്ഥലമാണ്. അതിൽ 1300 സ്ക്വയർ ഫീറ്റ് വീട് തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്ഥലം നമുക്ക് 4 ഭാഗത്തും ഉണ്ട്. നേരെ കയറി വരുമ്പോൾ നമുക്ക് ഗേറ്റ്, അതേപോലെ തന്നെ ഗേറ്റ് നമുക്ക് ഇവിടെ നീക്കുന്ന ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സൗകര്യത്തിലാണ്. അത്യാവശ്യം ഒരു ചെറിയ കാറൊക്കെ നമുക്ക് ഫ്രണ്ടിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാനുള്ള മുറ്റം നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നെ നേരെ കയറി വരുമ്പോൾ സിറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഭാഗത്തൂടെ പോയിട്ട് 4 ഭാഗം കണ്ടതിന് ശേഷം ഉൾഭാഗം കാണാം. 4 ഭാഗത്തും ഇതേപോലെ മതിലുകളുണ്ട്. അതിരുകൾ വളരെ ക്ലിയർ ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലായാലും നമുക്ക് നിറയെ വീടുകളാണ്. അപ്പോൾ നമ്മൾ നേരെ വന്ന് ബാക്ക് സൈഡിൽ നമ്മളെ വീടിൻ്റെ അടുക്കള ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പഴക്കമൊന്നും ഇല്ലാത്ത വീടാണ്. ഒരു 3 അല്ലെങ്കിൽ ഒരു 4 വർഷം, 3 വർഷമാണ് അവർ പഴക്കം പറഞ്ഞത്. 3 വർഷം മാത്രമാണ് നമുക്ക് ഈ വീടിൻ്റെ പഴക്കം വരുന്നത്. അപ്പം ഇങ്ങനെ നേരെ ബാക്ക് സൈഡ്, അത് കഴിഞ്ഞാൽ ഒരു സൈഡ്, എല്ലാ ഭാഗത്തും നമുക്ക് മതിലുണ്ട്. അപ്പം ഇനി വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. വേണമെങ്കിൽ ഒരു കോട്ട് പെയിന്റ് മാത്രം നമുക്ക് അടിക്കാം. അപ്പം ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം. നേരെ വരുമ്പോൾ സിറ്റ് ഔട്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. അതേപോലെ തന്നെ വീടിൻ്റെ മെയിൻ ഡോറും ഒരു കള്ളി ജനലും നല്ല ക്വാളിറ്റിയിലുള്ള ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സീലിംഗ് ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാള്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹാള്. ഒരു ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ ഉള്ളൊരു ഹാളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് ഭാഗങ്ങളൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമാണ്, അതേപോലെ തന്നെ താഴെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ്. അപ്പോൾ നേരെ നമുക്ക് ഈ ബെഡ്റൂം കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കട്ടിൽ, അലമാരയൊക്കെ ഇടാനുള്ള സ്പേസ് ഉള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്, യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ വെച്ചിട്ട്. അതേപോലെ തന്നെ മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും ഈ ഹാളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഹാളിൽ സ്റ്റെയറിന്റെ ഭാഗത്ത് നമുക്കൊരു വാഷ് ബേസിൻ, അതേപോലെ തന്നെ അടിയിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുക്കള. അടുക്കളയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ വർക്കും കഴിഞ്ഞതാണ്. ഇവിടെ നമുക്ക് വൺ സൈഡിൽ ഒരു സ്ലാബ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ മുകളിലും നമുക്ക് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. അതേപോലെ ഡബിൾ സൈഡ് റാക്ക് വരുന്നുണ്ട്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഉള്ളത്, ചെറുതാണെങ്കിലും ചെയ്തിട്ടുള്ളത്. പിന്നെ പാത്രം കഴുകാനുള്ള സൗകര്യം. നമ്മൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൊട്ട് വീടുകളാണ്, മെയിൻ റോഡിനടുത്താണ്. അപ്പൊ ഈ റേറ്റിനൊക്കെ നമുക്ക് ഈ വീട് വാങ്ങുന്ന പാർട്ടിക്ക് ലാഭം തന്നെയാണ്. കാരണം അത്രയും അർജന്റ് ഉള്ളതുകൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റെയറിന്റെ കാര്യമാണെങ്കിലും നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത്. ടൈലൊക്കെ ഇട്ട് സൈഡിൽ സ്റ്റീൽ വർക്കൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഹാളാണ്. ഈ ചെറിയൊരു ഹാളൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്കൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വാഷിംഗ് മെഷീൻ വെച്ച് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അയൺ ബോക്സ് ഉപയോഗിക്കാനുള്ള സൗകര്യമാണ്. ഇത് നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിലെ ബെഡ്റൂമാണ്.
ഫസ്റ്റിലെ ബെഡ്റൂം കയറുമ്പോൾ ഈ ഭാഗത്തും നമുക്ക് ഒരു ചെറിയൊരു വരാന്ത പോലെ ഈ ഭാഗത്തും സ്പേസ് ഉണ്ട്. പിന്നെയാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. അപ്പോൾ താഴെ കണ്ട അതേ വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് മുകളിലുള്ളത്. അതേപോലെ തന്നെ വൺ സൈഡ് റാക്ക് ഉണ്ട്, അലമാര വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്, ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയ വീടാണ്. പിന്നെ നേരെ അറ്റാച്ച്ഡ് ബാത്റൂം. 1300 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ കോൺട്രാക്ടർമാർ ചെയ്യുന്നത് 1500 റുപ്യ സ്ക്വയർ ഫീറ്റ് കണക്കിനാണ്. അങ്ങനെ കൂട്ടിയാൽ തന്നെ നമുക്ക് 1300 സ്ക്വയർ ഫീറ്റ് വീടിന് ഒരു 19 റുപ്യ വീടിന് മാത്രമായിട്ട് നമുക്ക് റേറ്റ് വരും. 3 വർഷമാണ് വീടിന്റെ പഴക്കം. ഇതാണ് നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് അത്യാവശ്യം ഏരിയയിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ് മെയിൻ റോഡ്. അപ്പോൾ നിറയെ വീടുകളുടെ പരിസരമാണ്. നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി 3.5 സെന്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമോട് കൂടിയ വീട്. ബസ് റൂട്ടിൽ നിന്ന് 50 മീറ്റർ മാറിയിട്ട് ഇത് നമുക്ക് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല നാലത്തൂർക്ക് പോണ ബസ് റൂട്ടിൽ നിന്ന് ആലിഞ്ചോട് എന്ന് പറയുന്ന സെന്ററിൽ നിന്ന് ഒരു 50 മീറ്റർ നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നിരുന്നു. അപ്പൊ ഇതിൽ പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിന് സൗകര്യം വരുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് നമ്മൾ ആദ്യമേ എഴുതി കാണിച്ചിരുന്നു. 17 ലക്ഷം രൂപക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത്. അർജന്റ് സെയിലാണ്, അതുകൊണ്ടാണ് ഈ റേറ്റിന് കൊടുക്കുന്നത്. ഇവിടെ സ്ഥലത്തിന് തന്നെ നമുക്ക് ഒരു 1.5 ലക്ഷം റുപ്യ റേറ്റ് വരുന്ന ഏരിയയിലാണ് 3.5 സെന്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റ് വീടും ഉള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണും വരേക്കും ബൈ.